പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ചു ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് മഗ്രിബോടുകൂടെ ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരൊക്കെ അടുത്ത റമളാനെ വരവേൽക്കാൻ ഇവിടെ ഉണ്ടാകുമെന്നത് നാഥനായ റബ്ബിന് മാത്രമേ അറിയൂ. അള്ളാഹു ഇനിയും ആഫിയത്തോടെ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ദറജകളെ ഉയർത്താനും തൗഫീക്ക് നൽകട്ടെ. കൊല്ലത്തെ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും അള്ളാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖത്മുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിലൊക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. മുസാഫ് എടുക്കുമ്പോഴത്തേക്ക് ഓത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവുകയാണ്, മുസാഫ് കയ്യിൽ നിന്ന് വീണു പോവുകയെന്നൊക്കെ സങ്കടം പറഞ്ഞവരുണ്ട്. നല്ല ഉണർവും ആവേശവും ഈ റമളാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ. നിർവഹിച്ച നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നൽകിയ ദാനധർമ്മങ്ങൾ അള്ളാഹു കബൂലാക്കട്ടെ. ഈമാൻ സലാമത്തായി യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് ദുനിയാവും ആഖിറവും പരിപൂർണ റാഹത്തിലായി വിജയിക്കാൻ അള്ളാഹു ഈ മജ്ലിസ് നിമിത്തമാക്കട്ടെ. നോമ്പുകാരായി നിന്ന് ക്ലാസ് കേൾക്കുന്നവർ പലരുമുണ്ട്. ഉള്ള സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. കസാര കിട്ടാതെ നിലത്തിരിക്കുന്നവരുണ്ട്. പടച്ചോനെ, നിന്റെ റിള പ്രതീക്ഷിച്ച് വന്നതാണ്. ആ റിളയോടുകൂടെ തന്നെ മടങ്ങണം. നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇതിനായി ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും യാ അല്ലാ ദുനിയാവിൽ ഞങ്ങൾക്കൊക്കെ വലിയ ബറക്കത്ത് കിട്ടാൻ, സന്തോഷങ്ങൾ കിട്ടാൻ, പരലോകത്ത് സങ്കടങ്ങളില്ലാതെ രക്ഷപ്പെടാൻ നീ നിമിത്തമാക്കണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ, പുണ്യ റമളാന്റെ അവസാനത്തിൽ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി നമ്മൾ തൗബ ചെയ്യണം. ആ തൗബയോടുകൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് തന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാക്കി മാറ്റാനാണ്. ഈ ഒരു തൗബയോടുകൂടെ ആ ഒരു ലിസ്റ്റിൽ ഒരിടം നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇനി അങ്ങോട്ട് ഈ തൗബക്ക് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, ചില നിയന്ത്രണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏതാണ് ആ കാര്യങ്ങൾ? ആന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. തുറഫു തൗബത്തുൽ അബ്ദി ബിഅർബഅതി അശ്യാ. തൗബ ചെയ്യാൻ കാത്തിരിക്കുന്നവരെ ജല്ല ജലാലായ റബ്ബിനോട് നിഷ്കളങ്കമായി, നിഷ്കപടമായി, ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തൗബ ചെയ്യാൻ കാത്തിരിക്കുന്നവരെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഓർക്കേണ്ടതാണ്. തുറഫു തൗബത്തുൽ അബ്ദി ബിഅർബഅതി അശ്യാ. 4 കാര്യങ്ങളെ കൊണ്ടാണ് ഒരു അടിമയുടെ തൗബ അറിയപ്പെടുന്നത്. ആ തൗബ അള്ളാഹു സ്വീകരിച്ചോ അല്ല, ആ തൗബ കൊണ്ടൊരു കാര്യവും കിട്ടിയില്ലേ എന്ന് തിരിച്ചറിയുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഔവലുഹാ, 4 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ തൗബ സ്വീകരിച്ചോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഔവലുഹാദിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ലിസാനഹു മിനൽ ഫുളൂലി വൽ ഗീബത്തി വൻ നമീമത്തി വൽ കദിബി. നിങ്ങളൊരു തൗബ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നാവിനൊരു നിയന്ത്രണം കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അലാമത്താണ്.
ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും പ്രയാസവും വരികയാണ്, വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഞാൻ നോമ്പുകാരനാണല്ലോ, ഞാനത് പറയുന്നത് ശരിയ, ഞാൻ പരിശുദ്ധമായ റമളാനെ ഉപയോഗപ്പെടുത്തി തൗബ കൊണ്ട് സമ്പൂർണ്ണ സംശുദ്ധി കൈവരിച്ചവനാണ്. അതുകൊണ്ട് ഇനി ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ പാടില്ല. നീ ഒരാളുടെയും ഗീബത്ത് പറഞ്ഞുകൂടാ, പരദൂഷണം പറഞ്ഞുകൂടാ, കളവ് പറഞ്ഞുകൂടാ. ഈ നാവ് കൊണ്ട് ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയാനുള്ളതാ. ആ ഒരു ബോധത്തോടെ നാവിന് നിയന്ത്രണം ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തൗബ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അലാമത്താണ്. തൗഫീഖ് നൽകണമേ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ പറഞ്ഞേക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മൾ കുറേ അമലൊക്കെ ചെയ്താലും പരലോകത്ത് പലപ്പോഴും പരാജയപ്പെട്ട് മുഫ്ലിസായി പാപ്പറായി നരകത്തിലേക്ക് ആരാൻ്റെ ഹക്കും പേറി പോകേണ്ടി വരുന്നത് ഈ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരൊറ്റ കാരണത്താലായിരിക്കും. റബ്ബ് കാക്കട്ടെ. അതൊരുള്ളോർമ്മയോടുകൂടെ കേൾക്കണേ, അതൊരുള്ളോർമ്മയോടുകൂടെ കേൾക്കണം. എന്തുകൊണ്ട്? ബീബിന്റെ ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്നറിയുമോ? സഹാബികളുടെ മറുപടി, നബിയേ മൻ ലൈസ ലഹു ദീനാറുൻ വലാ ദിർഹമുൻ യാ റസൂലല്ലാഹ്. ഒരു ദീനാറുമില്ലാത്തവൻ, ഒരു ദിർഹമുമില്ലാത്തവൻ, ഒരു ഡോളറുമില്ലാത്തവൻ, ഒരു ഫുലൂസും കയ്യിലില്ലാത്തവനാണ് ഏറ്റവും വലിയ പാപ്പറായ മനുഷ്യനെന്ന് സഹാബികൾ മറുപടി പറഞ്ഞപ്പോൾ ഹബീബ് പറയുന്നത് അങ്ങനെയല്ല. അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, ആരാണ് എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ് എന്ന് കേൾക്കണോ? ഖൗമുൻ യഅ്തൂന യൗമൽ ഖിയാമത്തി ബിസിയാമിൻ വസലാഹ്. കുറെ ആളുകളാ ഒരു മഷറെ കൊണ്ട് വരും, വലിയ നിലക്ക് വരും, കുറെ നിസ്കാരം കുറെ നോമ്പൊക്കെ ആയിട്ട് എനിക്കൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ അഭിമാനത്തോടുകൂടെ വരുമ്പോഴാണ് പല ആളുകളും വന്നിട്ട് പറയും, പടച്ചോനെ ഇവനെ അങ്ങനെ വിടാൻ പറ്റൂല, എന്നെക്കുറിച്ച് ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അനറിയാത്ത കാര്യങ്ങൾ പോലും എന്നെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചവനാണ്. അല്ലാഹുവേ ഏഷണി കൂട്ടി നടന്നവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാ. പരലോകത്ത് നിന്ന് പ്രതികാര നടപടിയുണ്ടാകുമെന്ന് നീ പറഞ്ഞതല്ലേ? ഉടനെ അല്ലാഹുവിൻ്റെ അറിയിപ്പുണ്ടാകുമെടോ. അവൻ്റെ ഹക്ക് നീ തിരിച്ചു കൊടുക്കേണ്ടതാണ്. നീ ചെയ്ത നിസ്കാരങ്ങൾ, നിന്റെ നോമ്പുകൾ, നിന്റെ ഖുർആൻ പാരായണം, ദാനധർമ്മം അത് കൊടുക്കുകയെന്നറിയും. അങ്ങനെ എത്രയാണോ പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. ആളുകൾ അങ്ങനെ വന്നു, ഉള്ളൊക്കെ കൊടുത്ത് തീർന്നു. ഇവനിത് തൊഴിലാക്കിയ ആളാ. ഇവനിങ്ങനെ ആരാൻ്റെ കുറ്റം കുറവും പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ആവേശം കണ്ട ആളാ. പലരോടും ക്യാഷും മറ്റും മറിച്ചൊക്കെ കടം വാങ്ങും. കടം വാങ്ങിയാൽ പിന്നെ തിരിച്ചു കൊടുക്കൂല, പിന്നെ ചോദിക്കുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാ. അങ്ങനെ പലരെയും പറ്റിച്ച് നടക്കുക. എന്നാലും നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടേനും. അഷറയിലെത്തി, പലർക്കും കൊടുത്തു, എല്ലാം കഴിഞ്ഞു. പിന്നെ ആള് വന്നിട്ട് പറയും, പഠിച്ചോനെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അള്ളാഹു പറയുമെടോ കൊടുക്ക്, ചോനെ കുറെ ചെയ്തിരുന്നൊക്കെ തീർന്നല്ലോ, കൊടുക്കാനൊന്നും കയ്യിലില്ലല്ലോ. അപ്പൊ അള്ളാഹു ചോദിച്ചു വന്നവനോട് പറയും, അവൻ്റെ അടുക്കലുള്ള അമലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ പറയും, ആയിക്കോട്ടെ അമല് തീർന്നിട്ടുണ്ട്, എനിക്ക് അമല് വേണ്ട, പക്ഷെ ഞാൻ ചെയ്തു പോയ ചില തെറ്റുകുറ്റങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്പൊ കുടുങ്ങിയിട്ടുണ്ട്, അതോനൊന്ന് ഏറ്റെടുത്താൽ മതി, അത് മതി. അള്ളാഹു പറയും, ഹക്കല്ലേ, കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുത്തോ. പടച്ചോനെ, അങ്ങനെ ആ മഷറയിൽ നിന്ന് ആരാൻ്റെ ഹക്ക് പേറിയിട്ട് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്ന വലിയ ഒരു ടീം എൻ്റെ സമുദായത്തിലുണ്ട്. അവരാണ് യഥാർത്ഥ മുഫ്ലിസ് എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ഏറ്റവും വലിയ ഗൗരവമുള്ള സംഗതിയാണ്. മനസ്സർ നാമീം പറയും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നാവ് കൊണ്ട് നരകം നേടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാവ് തന്നെ നാളെ ഖബറിൽ നമ്മുടെ സർപ്പമായി പാമ്പായി മാറി നമ്മളെ കുത്തിവലിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുണ്ട് പലരുടെയും ഖബറിൽ ഏറ്റവും വലിയ പ്രയാസം അവരുടെ സ്വന്തം നാവായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ്ട് പാമ്പായി മാറുകയല്ലേ, അതവനെ കുത്തിവലിക്കല്ലേ.
എങ്ങോട്ടോടാനാ, ആരോട് പറയാനാ, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഗീബത്ത്, നമീമത്ത്, കളവ്, നാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ഞാൻ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് ഇതാ ഈ റമളാന്റെ അവസാന നിമിഷത്തിൽ ഒന്ന് പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ തയ്യാറായാൽ അൽഹംദുലില്ലാ ഈ മജ്ലിസ് മുതലാകും, റമളാൻ മുതലാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് തൗബയോടുകൂടെ നിന്റെ നാവിനൊരു നിയന്ത്രണം കിട്ടലാണ്. വസാനി, രണ്ടാമത്തെ അടയാളം കേൾക്കണോ സഹോദരാ സഹോദരി? തൗബ സ്വീകരിച്ചാൽ, ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസായിരുന്നു. അവിടെ നമ്മൾ തൗബ ചെയ്തു. മിനിഞ്ഞാന്ന് കൊണ്ടോട്ടിയിലും ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ മജ്ലിസ്, അവിടെ നിന്ന് തൗബ ചെയ്തു. മിനിഞ്ഞാന്നതിൻ്റെ രാത്രി 27-ൻ്റെ രാത്രിയിൽ വിളയിൽ വെച്ച് മജ്ലിസിൽ തൗബ ചെയ്തു. കുറേ തൗബകളൊക്കെ ചെയ്തിട്ടും പ്രത്യക്ഷമായ ഒരു മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ ആ തൗബ കൊണ്ട് ഒന്നും കിട്ടിയില്ല എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഉണ്ടായാൽ തൗബ സ്വീകരിച്ചു എന്ന അടയാളാണ്. സാനി, രണ്ടാമത്തെ അടയാളം ഇതാണ്. അല്ലാ യറാ ഫീ ഖൽബിഹി ഹസദൻ വലാ അദാവതൻ ലിഅഹദിൻ മിനന്നാസ്. ഹൃദയത്തിനൊരു ശുദ്ധി വന്നു. എന്താ ഹൃദയത്തിൻ്റെ ശുദ്ധി എന്നറിയോ? ഒരാളോടും ഒരു വെറുപ്പില്ല, ഒരാളോടും അസൂയയില്ല. അത് വലിയ കിട്ടലാണ്. ഹൃദയശുദ്ധി ഇല്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. തൗബ നിഷ്കളങ്കമായാൽ, തൗബ നസൂഹായാൽ ആ ഹൃദയശുദ്ധി കൈവരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളോടൊരു വെറുപ്പ് തോന്നാതിരിക്കുക. വെറുപ്പ് തോന്നാൻ മാത്രമുള്ള പണികളൊക്കെ അവരെടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും സാരല്ല. അങ്ങനെ ആയിപ്പോയി, എന്താ നമ്മൾ ചെയ്യുക? അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരു ചിന്താഗതി, ഒരു വിശാല മനസ്സ് വലിയ തൗഫീഖാണ്. അല്ലാഹു ആ തൗഫീഖുള്ളവരെ നമ്മളെ പെടുത്തി തരട്ടെ. നമ്മളെ നബിയെ പോലെ മുത്തു മുഹമ്മദ് മുസ്തഫ النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم جل مولاي على حبيبك خير الخلق كلهم فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. സ്വഭാവത്തിലും ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിതയിൽ മാത്രമല്ല, സ്വഭാവ ഗുണത്തിലും സകല പ്രവാചകരെയും മറികടന്ന നബിയല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പഠിച്ചോ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ ഒരു ഹൃദയ വിശാലത, ഒരാളോടും വെറുപ്പില്ലാത്തൊരു ഖൽബ്, അത് തൗബ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അലാമത്താണ്, അടയാളാണ്. പിന്നെയോ വസാലിസു, മൂന്നാമത്തേത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് കിട്ടലാണ്. ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചാൽ പിന്നെ ദുഷിച്ച കൂട്ടുകെട്ടിൽ അയാൾ പെടില്ല. ചീത്ത കൂട്ടുകാരന്മാരെ, ലഹരി ഉപയോഗിക്കുന്നവനാണെങ്കിൽ, പെണ്ണുപിടിയനാണെങ്കിൽ, തമ്മാടിത്തരം ചെയ്ത് നടക്കുന്നവനാണെങ്കിൽ, പലിശയുമായി നിരന്തരം ബന്ധപ്പെട്ട് നടക്കുന്നവനാണെങ്കിൽ, കച്ചവടക്കാരനാണ് പക്ഷെ നേക്കിന് ആളുകളെ പറ്റിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് കൂട്ടുകാരെങ്കിൽ അവരെ മനസ്സറിഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കും. അള്ളാഹുവേ, നല്ല കൂട്ടുകെട്ട് കൊണ്ട് ഞങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണേ അല്ലാ. കൂട്ടുകെട്ട് വലിയ വിഷയമാണ്. المرء لا تصل وصلا قرينه وكل قرين بالمقارن يقتدي. സഹോദരാ സഹോദരി, ഒരാളെക്കുറിച്ച് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത കൂട്ടുകാരനാരെന്ന് പരിശോധിച്ചാൽ മതിയാകും. കാരണം അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ ബിഹി. നിങ്ങളിൽ ഓരോരുത്തരും അവൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവവും സംസ്കാരമൊക്കെ എന്താണോ അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ആരുടെ കൂടെയാണ് കൂടുന്നത് എന്ന് നല്ലോണം ആലോചിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബ സ്വീകരിച്ചാൽ പിന്നെ ചീത്ത കൂട്ടുകെട്ട്
ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കൂട്ടുകാരന്മാരോട് താല്പര്യമുണ്ടാവുകയില്ല. നാലാമത്തെ ഗുണമേതാണ്? ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചാൽ അയ്യകൂന മുസ്തഇദ്ദൻ ലിൽ മൗത്തി, എപ്പോഴും മരണത്തിന് തയ്യാറായി കഴിയുമയാൾ. നാദിമൻ അലദ്ദംബി, എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ അതിൽ ഖേദിച്ചുകൊണ്ട്, വ മുസ്തഗ്ഫിറൻ ലിമാ സബഖ മിൻ ദുനൂബിഹി, വന്നുപോയ ദോഷങ്ങൾക്ക് നിരന്തരം ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട്, മുജ്തഹിദൻ ഫീ താഅത്തി റബ്ബിഹി, ജല്ല ജലാലായ റബ്ബിന് വഴിപ്പെടുന്നതിൽ പ്രത്യേകമായി സമർപ്പണം, ജിഹാദ്, പരിശ്രമം നടത്തിക്കൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നൊരു രീതിയിലേക്ക് അവരെത്തിപ്പെടും. അത് തൗബ സ്വീകരിച്ചു എന്നതിൻ്റെ നാലാമത്തെ അലാമത്താണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വിധിയേ ഗണമേ അല്ലാ. തൗഫീഖ്. അതാണിപ്പം മരണത്തിനൊക്കെ എപ്പോഴും ആവാലോ. ഇന്ന് രാവിലെ 6:30 മണിക്ക് പൊന്നാടുള്ള 2 സഹോദരന്മാർ എൻ്റെ അടുത്തേക്ക് വന്ന് വിളയിൽ. എന്നിട്ട് പറഞ്ഞു, അതെ, ഒരുത്തൻ പറഞ്ഞത് അവൻ്റെ ബാപ്പ മിഞ്ഞാന്ന് രാത്രി ഉറക്കത്തിൽ മരിച്ചു. അന്ന് പകൽ ഏകദേശ സമയവും അയാൾ അങ്ങാടിയിലുണ്ടായി. നിങ്ങൾ എന്തുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ? പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നു, പറയാൻ മാത്രം അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ രാത്രി കിടന്നതാണ്. പുലർച്ചെ പേര് ബാലശ്ശേരി മുഹമ്മദ് എന്ന സഹോദരൻ, പൊന്നാട്. അല്ലാഹു ഖബർ സ്വർഗാക്കി കൊടുക്കും. എപ്പോഴാണ് നമ്മയും മരണം തേടി വരിക എന്നൊന്നും നമുക്കറിയൂ. അപ്പോൾ എപ്പോഴാണെങ്കിലും അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം, അത് തൗബ സ്വീകരിച്ചു എന്നതിൻ്റെ അലാമത്താണ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മളെ ഈ ഒരു ഖുർആൻ ക്ലാസും മജ്ലിസും അള്ളാഹിനെക്കുറിച്ച് പറയലും അള്ളാഹിനെക്കുറിച്ച് ഓർക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളൊരു മനസ്സും അത് റമളാനിൽ മാത്രം ഉണ്ടായാൽ മതിയോ? പോരല്ലോ. ഒരർത്ഥത്തിൽ റമളാനേക്കാൾ റമളാൻ കഴിഞ്ഞാലാണ് അത് കൂടുതൽ അനിവാര്യമാകുന്നത്. എന്തുകൊണ്ട്? റമളാനിൽ നോമ്പ് കൊണ്ടൊരു ആത്മീയ നിയന്ത്രണം നമുക്ക് കിട്ടും. റമളാനിൽ ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലികത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ. നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ പിന്നാലെ കൂടുന്ന പിശാചിന് അല്ലാഹു കഠിനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. അതുകൊണ്ട് റമളാന്റെ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നുമില്ല. ഒരല്പമെങ്കിലും ഈമാനുള്ളവർക്ക് ഒരു നേരിൻ്റെ റൂട്ട് തുറന്നു കിട്ടും. പക്ഷെ റമളാൻ കഴിഞ്ഞാലോ? റമളാൻ കഴിഞ്ഞാലോ പിശാചിനെ അഴിച്ചു വിടുകയാണ്. നിരന്തരം അവൻ നമ്മുടെ പിന്നാലെ കൂടുകയാണ്. എപ്പോഴാണോ മരണം പിടിപെടുന്നത്, ആ സമയത്ത് ഹിദായത്ത് തെറ്റിക്കാനുള്ള കഠിന ശ്രമത്തിലാൽ മൗതു ബാബും വകുല്ലുന്നാസി ദാഖിലുഹു യാ ലൈത ശിഅരിയ ബഅദൽ ബാബി മദ്ദാറു വദ്ദാറു ദാറുന മിൻ അമിൽതു ബിമാ യർലല്ലിലാഹു വഇൻ ഖാലഫ്തു ഫന്നാറു. മരണമെന്ന കവാടം എപ്പോഴും നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടതാണ്. അല്ലാണ്ട് കടന്നു പോയിട്ട് പിന്നെ 2 വീടാണുള്ളത്, ഏത് വീട്ടിലേക്കാ റബ്ബേ ആ കവാടത്തിലൂടെ കടന്ന് ചെന്നെത്തുന്നതെന്നറിയൂല. വാക്ക് വഴിപ്പെട്ടാൽ ദാറു നഈം, വാക്കെതിരായാൽ ദാറു ജഹന്നം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.